ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ വെറുതെ ഇട്ടിരിക്കല്ലേ, അപ്പോൾ ചുമ്മാ പുറത്തൊക്കെ പോയിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കരുതി പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോവാം. നമ്മളെ പോകാൻ അനുവദിക്കാണ്ട് ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് വന്ന് സമരം ചെയ്യുന്നാമോ. പരിക്കാത്തി പോയിക്കുന്നില്ലേ? ചെല്ല്, നമ്മൾ പോയിട്ട് പെട്ടെന്ന് വരാം ഞാനും അമ്മയും. ചെല്ല്, കുഞ്ഞാത്തോ അകത്ത് കയറിയിരി. എന്ത് നിഷ്കളങ്കമായ നോട്ടം കണ്ടോ പൊന്നാ അമ്മച്ചി മുത്തേ. ചെല്ലാത്തോ. എന്നിട്ട് ആദ്യം അയ്യത്തേക്കാരനെ വന്നിട്ടുണ്ടായിരുന്നത്, കാരണം നിലവിലെ പയറിൻ്റെ അവസ്ഥ എന്തെന്നറിയാൻ. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഈ പയറിൻ്റെ ഇലയൊക്കെ എന്തോ ഒരു ജീവി ഇങ്ങനെ തിന്നിട്ട് അത് കാരണമാണ് പയറിനൊരു പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ഇല്ലാത്തത്. ഇതാണ് പച്ചക്കുതിര. നിങ്ങളെന്താ ഇവനെ പറയുക? ഇവനാണ് നമ്മുടെ പയർ മൊത്തം തിന്നുന്നവൻ. നമുക്കിവനെ വീണ്ടും പയറിൻ്റെ ഇലയിലേക്ക് ഇടാം. പൊക്കോ. ഓക്കെ, ബൈ. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനാണ് പെട്രോൾ പമ്പ്. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ടിറങ്ങി. ഇനി അടുത്ത നേരെ ഒരു ഫോട്ടോ എടുക്കാൻ സ്റ്റുഡിയോയിലേക്കായിരുന്നു. അങ്ങനെ നമ്മൾ അമൃത സ്റ്റുഡിയോയിലാണ് വന്നേക്കുന്നത്. എൻ്റെ പൊന്നോ, പറയാതിരിക്കാൻ വയ്യ. അവിടുത്തെ ചേട്ടൻ ഒടുക്കത്തെ കമ്പനിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആളെ കാണുന്നത്, പക്ഷെ ആൾ ഭയങ്കര കമ്പനിയായി. എന്തൊക്കെയോ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. കൗണ്ട് ചെയ്ത് പോകുന്നുണ്ടോ? ഇതാ പച്ച. താടി ഉയർത്തിക്കുക. എനിക്ക് പൈസ കിട്ടിയാൽ മതി. താടി ഉയർത്തിക്കേ, വയറച്ച് ചലിക്കാതെ മോളെ. വീഡിയോ അല്ലേ ഇത്? നല്ല കുട്ടപ്പം പടം എടുത്തു. നീ ചുമ്മാ പറയുന്നത് നല്ലത്. എനിക്ക് പടം എടുത്ത് അതുപോലെ സിനിമാടിയേക്കാൾ ലുക്കായില്ലോ. പടം കൂടെ കെട്ടിയാ സിനിമാടിയേക്കാൾ ലുക്കായില്ലോ. ഞാനല്ലല്ലോ കേട്ടോ, നീ ഇപ്പൊ ഇല്ലല്ലോ. ഏതിതോ എവിടെ കിടക്കുന്നു? മുടിയാതതിന്റെ മാറ്റുന്നല്ല, മാറ്റി ഇപ്പൊ മാറ്റി. അതുപോലെ ഇരുന്ന് കണ്ണു മുളപ്പിക്കൊന്നും വേണ്ട. നൈസ് നൈസ്. ഒരു ഒറ്റ എന്തോന്നി മാറ്റല്ലേ. ഒന്ന് ഓക്കെ. പടം പെട്ടെന്ന് കുറയ്ക്കുക. സാധാരണ എല്ലൊന്നും വേണ്ട, കൂട്ടുക. എന്റെ അമ്മ കാണിക്കണം. സിനിമാടി ലുക്കായില്ലേ? എടി നോക്കടി, ഇത് സിനിമാടി നോക്കി. നിന്റെ ഓന് ക്യാമറയ്ക്കകത്ത് എടുക്കുന്നതിന്റെ കൂട്ടല്ലേ? എന്റെ ക്യാമറയ്ക്കകത്തൂടെ എടുത്തടാ പണി. നിന്റെ അമ്മ ആള് മോശമല്ലല്ലോ. ഇതേണ്ടേ? കൊള്ളാല്ലയോ? ഇതിന് വെളുപ്പിക്കൊന്നും വേണ്ട, കണ്ണിന്റെ അവിടെ കറുപ്പൊന്നും ഇല്ല. ശരി ശരി, ഞാൻ രാവിലെ ചെയ്യാൻ സംതൃപ്തിയായിട്ട് ചെയ്തു തരാം. ആ, ഈ ചേട്ടനാണ് ഫോട്ടോ എടുത്തു തന്നെ. ഹായ് ഹായ് ഗൈസ്. അങ്ങനെ നമ്മളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ചെറിയൊരു വ്ളോഗായിരുന്നു, പക്ഷേ ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പാവൻ ചേട്ടൻ. നമ്മളപ്പോൾ അവിടുന്ന് നേരെ സ്നേഹ ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതെന്തിനാണ് അടുത്ത വ്ളോഗിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ നേരെ ഡോറിനോട് ഇരിക്കുന്ന ഡോറ ബേബിനെ കണ്ടോ? എനിക്കും അമ്മയ്ക്കും ഡോറ ബേബിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അമ്മേൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്ക് വീഡിയോയിൽ തന്നെ കാണാം. ഈ നമ്മുടെ ഡോറ ബേബി എന്ന് പറയുന്നത് സ്നേഹ ടെക്സ്റ്റൈൽസിലെ ചേട്ടൻ്റെയും ചേച്ചിൻ്റെയും പട്ടിക്കുഞ്ഞാണ്. അപ്പോൾ ഇവരുടെ വീട് ആക്ച്വലി ഈ കടേൻ്റെ തൊട്ട് ബാക്കിലായതുകൊണ്ട് കടേനൊരു സൈഡ് ഡോർ ഉണ്ട് വീട്ടിലേക്ക്. ആ വഴി എപ്പോഴും ഡോറ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ളൂ. കടയിൽ വരുന്നവർക്ക് ആർക്കും ഒരു ശല്യവും ചെയ്യേണ്ട അവൾ അവളുടേതായ ലോകത്ത് അങ്ങിരിക്കും. നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം 3-4 ആവർത്തി കടയിൽ വന്ന് കണ്ട് ഡോറേനെ നല്ല പരിചയമുണ്ട്. ഇപ്പോൾ പരിചയമില്ലാത്തവരാണെങ്കിൽ കൂടി അതൊരു ശല്യവും ചെയ്യേണ്ട, മൂലയ്ക്ക് തന്നെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ നമ്മൾ കുറേ നേരം ഡോറേനെ നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടും കുറേ നേരം ഡോറേനെ കളിപ്പിച്ചൊക്കെ നിന്നിട്ട് അവസാനം നമ്മളങ്ങ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തി. ആ സ്റ്റുഡിയോയിലെ മാമൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ തുണിക്കടയിൽ കയറിയപ്പോൾ നമ്മുടെ ഡോറേനെയും കണ്ടിട്ട് ഇപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.